ഹായ് മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എൻ്റെ കുട്ടികളെല്ലാവരും LSSന് പഠിച്ചു തുടങ്ങിയില്ലേ? എല്ലാവരും നന്നായിട്ട് പഠിക്കുക. മാത്സൊക്കെ ക്രിയകൾ ചെയ്ത് പഠിക്കണം കേട്ടോ. വീഡിയോ മുഴുവനായിട്ട് കാണുക. 1 മാർക്കിൻ്റെ ചോദ്യങ്ങൾക്കൊക്കെ ട്രിക്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ ക്രിയകൾ ചെയ്ത് ടൈം കളയരുത് കേട്ടോ. ഒന്നാമത്തെ ചോദ്യം, മീനുവിൻ്റെ പൂന്തോട്ടത്തിൽ നിറയെ പൂക്കളുണ്ട്. മീനു പൂന്തോട്ടത്തിന് ചുറ്റും വേലി കെട്ടി. ആ വേലിക്ക് 3 മീറ്റർ നീളമുള്ള 2 വശങ്ങളും 4 മീറ്റർ നീളമുള്ള 2 വശങ്ങളുമുണ്ട്. ഈ വേലിക്കെല്ലാം ചുവന്ന കയറുകൊണ്ട് ഭംഗിയായി അലങ്കരിക്കണം. എങ്കിൽ എത്ര മീറ്റർ ചുവന്ന കയറ് വേണ്ടി വരും? ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ചുറ്റളവ് കാണാനാണ്. ചോദ്യം മക്കൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ആവർത്തിച്ച് വായിക്കണം കേട്ടോ. പൂന്തോട്ടത്തിൻ്റെ ആകൃതി എന്താണ്? ചതുരമാണ് അല്ലേ? അപ്പോൾ നമുക്ക് ചതുരം വരച്ചിട്ട് അളവുകൾ രേഖപ്പെടുത്താം. നീളം 4, വീതി 3. ഇനി ചുറ്റളവ് കാണാനുള്ള സൂത്രവാക്യം എന്താണ്? 2 ഗുണിക്കണം നീളം പ്ലസ് വീതി, അല്ലെങ്കിൽ മക്കൾക്ക് നീളം പ്ലസ് നീളം, വീതി പ്ലസ് വീതി അങ്ങനെ എഴുതാം കേട്ടോ. അതായത് ചുറ്റുമുള്ള അളവാണ് ചുറ്റളവ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 4 + 4 3 + 3. ആൻസർ 14. 14 മീറ്റർ ചുവന്ന കയറ് വേണം. 2. താഴെ തന്നിരിക്കുന്നവയിൽ ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. എ. വശത്തിൻ്റെ നീളം 7. ബി. ഓരോ വശവും 3 വീതം. സി. 4 9 തന്നിട്ടുണ്ട്. ഡി. 4 8 4 8. ആൻസർ ഡി ആണ്. എല്ലാതും സമചതുരത്തിൻ്റെ അളവുകളാണ്. ഡി മാത്രം ചതുരത്തിൻ്റെ അളവുകളാണ്. 3. പ്രസ്താവന വായിക്കുക. തെറ്റായത് കണ്ടെത്തുക. എ. ചതുരത്തിന് 4 വശങ്ങളുണ്ട്. ചതുരത്തിൻ്റെ എതിർവശങ്ങൾ തുല്യമാണ്. ചതുരത്തിൻ്റെ എതിർവശങ്ങൾ ഒരേ അകലത്തിലാണ്. ചതുരത്തിൻ്റെ എല്ലാ വശങ്ങളും വ്യത്യസ്തമാണ്. ആൻസർ ഡി ആണ്. ചതുരത്തിൻ്റെ എല്ലാ വശങ്ങളും വ്യത്യസ്തമാണ്. 4. പാറ്റേൺ പൂർത്തിയാക്കുക. എ ക്വസ്റ്റ്യന് 2 2 2 1, അതായത് 2221, 3332, 4443. അടുത്തത് 5554, 6665. ബി. 9400, 9300, 9200, ഇനി 9100. അടുത്തത് 9000. അഞ്ചാമത്തെ ക്വസ്റ്റ്യന് 1 2 3 4 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ 4 അക്ക സംഖ്യയും ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്ര? 4321 വലുത്. ചെറുതോ? 1234. ഇവിടെ നമുക്ക് മുകളിൽ ചെറിയ സംഖ്യ തന്നിട്ടുള്ളത് 4 കുറയൂല. അപ്പോൾ 2ൽ നിന്ന് 1 കടെടുത്തു. മുകളിൽ 11 ആയി. 11ൽ നിന്ന് 4 കുറച്ചാൽ എത്ര? ആൻസർ 7. ഇനി മുകളിൽ 1 ആണ്. 1 3 കുറയൂല. അടുത്ത 3ൽ നിന്ന് 1 കടെടുത്തു. 11ൽ നിന്ന് 3 കുറച്ചാൽ 8. ഇനി അടുത്തത് 3ൻ്റെ സ്ഥാനത്ത് 2 ആണ്. 2ൽ നിന്ന് 2 കുറച്ചാൽ 0. അടുത്തവിടെ തന്നിട്ടുള്ളത് 4 ആണ്. 4ൽ നിന്ന് 1 കുറച്ചാൽ 3. ആൻസർ 3087. 6. 10000വുമായി ബന്ധപ്പെട്ട തെറ്റായത് ഏത്? എ. 10 1000 ചേർന്നത്. ബി. 20 500കൾ ചേർന്നത്. സി. 100 100കൾ ചേർന്നത്. ഡി. 500 10കൾ ചേർന്നത്. തെറ്റായതാണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. ആൻസർ ഡി ആണ്. 500 10കൾ ചേർന്നത്. കണ്ടോ? ഇതുപോലെ എഴുതിയാൽ 5000 ആണ് കിട്ടുക അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മീനു വീട്ടിലേക്കുള്ള അടുക്കള സാധനങ്ങൾ വാങ്ങാൻ കടയിൽ പോയി. അവൾ വാങ്ങിയ സാധനങ്ങളാണ് ചുവടെ കൊടുക്കുന്നത്. മിക്സി 1400 രൂപ, ഫ്രിഡ്ജ് 6700 രൂപ, ഗ്യാസ് സ്റ്റൗ 1700 രൂപ. ഇനി അതിൽ എ ചോദ്യം, ആകെ എത്ര രൂപ ചിലവായി? ഇങ്ങനെ കണ്ടെത്തും? ഇത് ഫുള്ളും പ്ലസ് ചെയ്യണം അല്ലേ? 1400 പ്ലസ് 6700 പ്ലസ് 1700. ആൻസർ 9800. അതിൽ ബി ക്വസ്റ്റ്യന്, മീനുവിനോടൊപ്പം പോയ ഗോപു ഒരു ഡിന്നർ സെറ്റ് വാങ്ങി. ആകെ 1000 രൂപ കൊടുത്തു. താഴെ കൊടുക്കുന്നവയിൽ 1000 ആകുന്ന തുകകളുടെ ജോഡി തിരഞ്ഞെടുക്കുക. 457 പ്ലസ് 557, ബി 320 പ്ലസ് 450, സി 525 പ്ലസ് 475, ഡി 600 പ്ലസ് 300. ആൻസർ സി ആണ്. ഇങ്ങനെ വന്നാൽ മക്കൾ എന്ത് ചെയ്യണമെന്നറിയോ? വൺസിൻ്റെ സ്ഥാനം ആദ്യം കൂട്ടി നോക്കണം. നമുക്ക് ഉദാഹരണമായിട്ട് എ എടുക്കുക. എയിൽ കണ്ടോ 7 + 7 ആണ്. അതിൽ 0 വരുന്നില്ല. നമുക്ക് ആൻസർ ലഭിക്കേണ്ടത് 1000 ആണ്. ഇങ്ങനെ എടുത്ത് പ്ലസ് ചെയ്യേണ്ട ആവശ്യമില്ല. നോക്കിയാൽ തന്നെ അറിയാം 0 വരുന്നില്ല. അപ്പോൾ അത് ഒഴിവാക്കാം. നെക്സ്റ്റ് ബി, വൺസിൻ്റെ സ്ഥാനത്ത് ഒറ്റയുടെ സ്ഥാനത്ത് 0 വരുന്നുണ്ട്.
ടെൻസിൻ്റെ സ്ഥാനത്ത് 10ൻ്റെ സ്ഥാനത്ത് 0 വരുന്നുണ്ട് അല്ലേ. അല്ല 100ൻ്റെ സ്ഥാനത്ത് 0 വരുന്നുണ്ടോ? ഇല്ല. ഡിയും അതുപോലെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും അല്ലേ. 2 0 വരുന്നുണ്ട്. പിന്നെ 100ൻ്റെ സ്ഥാനത്ത് 9 വരുന്നത്. ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് ബിയും സിയും ആണ്. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. സി, അവർ ഒരു പമ്പർ സമ്മാനം എന്ന മത്സരം കണ്ടു. അത് വിജയിക്കണമെങ്കിൽ സൂചനയിൽ തന്നിരിക്കുന്ന സംഖ്യ കണ്ടുപിടിക്കണം. ഏതാണ് ആ സംഖ്യ? സൂചന സംഖ്യ 3000നും 4000നും ഇടയിലാണ്. അവസാന അക്കം ആദ്യത്തെ അക്കത്തിൻ്റെ ഇരട്ടിയാണ്. മൂന്നാമത്തെ സൂചന ആദ്യത്തെ അക്കം പ്ലസ് അവസാനത്തെ അക്കം സമം മൂന്നാമത്തെ അക്കം. രണ്ടാമത്തെയും അവസാനത്തെയും അക്കം ഒന്നു തന്നെയാണ്. 3000നും 4000നും ഇടയിലാണ്. അപ്പോൾ നമുക്ക് നാലാമത്തെ അക്കം കിട്ടി, അതായത് ആദ്യത്തെ അക്കം കിട്ടി 3 അവസാനത്തെ അക്കം ആദ്യത്തെ അക്കത്തിൻ്റെ ഇരട്ടിയാണ്, അതായത് 3ൻ്റെ ഇരട്ടിയാണ് അവസാനത്തെ അക്കം. ആൻസർ 6. മൂന്നാമത്തെ അക്കം തന്നിട്ടുള്ളത് ആദ്യത്തെ അക്കം പ്ലസ് അവസാനത്തെ അക്കം. അപ്പോൾ എത്രയാണ്? 9. നാലാമത്തെ സൂചന രണ്ടാമത്തെയും അവസാനത്തെയും അക്കം ഒന്നു തന്നെയാണ്. ആൻസർ 6. അപ്പോൾ എത്രയാണ് സംഖ്യ? 3696. സിമ്പിളാണല്ലേ. അപ്പോൾ ചോദ്യം ശരിക്കും ശ്രദ്ധിച്ച് വായിക്കണം കേട്ടോ. 1000 മുതൽ 1200 വരെ എത്ര സംഖ്യകളുണ്ട്? നമുക്ക് സംഖ്യകൾ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിൻ്റെ ഇടയിൽ 200 സംഖ്യകളുള്ളൂ. ഇനി മക്കൾക്ക് എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ 2 സംഖ്യകളും തമ്മിൽ കുറച്ചാൽ മതി. 1200 കുറക്കണം 1000 സമം 200. 9. ഒരു ചതുര കടലാസിൻ്റെ ഒരു മൂല മുറിച്ചു കളഞ്ഞു. ഇപ്പോൾ കടലാസിന് എത്ര മൂലകളുണ്ട്? ഒരു മൂലയാണ് മുറിച്ച് കളഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു മൂല വെട്ടി നോക്കാം അല്ലേ. അപ്പോൾ എത്ര മൂലകളുണ്ട്? ആൻസർ 5 മൂലകൾ അല്ലേ. ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് 40 സെൻറ്റിമീറ്റർ, നീളം 12 ആണെങ്കിൽ വീതി എത്ര? നമുക്കിവിടെ ചുറ്റളവ് തന്നിട്ടുണ്ട് 40, നീളം സമം 12, വീതി തന്നിട്ടില്ല അല്ലേ. ഞാൻ ഈ സൈഡിലായിട്ട് ചതുരം വരച്ച് വെച്ചിട്ടുണ്ട്. 4 മാർക്കിൻ്റെ ചോദ്യമാണ് വരുന്നതെങ്കിൽ മക്കൾ നിർബന്ധമായിട്ടും ഷേപ്പുകൾ ഏത് ഷേപ്പാണ് തന്നിട്ടുള്ളത് അത് വരയ്ക്കുക. അതിൻ്റെ ഭാഗങ്ങളൊക്കെ തന്നിട്ടുള്ള ഭാഗങ്ങളൊക്കെ അടയാളപ്പെടുത്തണം. ഇവിടെ നമ്മളോട് വീതിയാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചുറ്റളവിൻ്റെ പകുതി എടുക്കണം. ചുറ്റളവിൻ്റെ പകുതി 40 ഹരിക്കണം 2 20 ചുറ്റളവിൻ്റെ പകുതി 20, 20 കുറക്കണം 12 സമം 8 കിട്ടും. വീതി സമം 8. അതുപോലെ ചുറ്റളവ് തന്നിട്ട് നീളം കണ്ടുപിടിക്കാൻ പറഞ്ഞാലും എന്ത് ചെയ്യുക? ചുറ്റളവിൻ്റെ പകുതി എടുക്കുക, അതിൽ നിന്ന് വീതി കുറക്കുക. അപ്പോൾ നമുക്ക് നീളം കിട്ടും. മനസ്സിലായല്ലോ. മക്കൾ ചെയ്യുന്ന ക്രിയകൾ കൂട്ടൽ, കുറക്കൽ, ഗുണിക്കൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ ചതുരത്തിൻ്റെ ഈ ഭാഗത്തായിട്ട് ചെയ്യണം കേട്ടോ. വേറെ പേപ്പറിൽ ചെയ്യാൻ പാടില്ല, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ചെയ്യണം. 11. ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവ് 40. അതിനെ നേർപകുതിയാക്കിയാൽ കിട്ടുന്ന ചതുരത്തിൻ്റെ ചുറ്റളവ് എത്ര? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സമചതുരം വരയ്ക്കുക, അതിനെ നേർപകുതിയാക്കുക. സമചതുരത്തിൻ്റെ ചുറ്റളവ് തന്നിട്ടുണ്ട് 40. നമ്മൾ ഒരു വശത്തിൻ്റെ നീളം കാണണം അല്ലേ. ഒരു വശത്തിൻ്റെ നീളം എങ്ങനെ കാണും? സമചതുരത്തിൻ്റെ ചുറ്റളവ് കാണാനുള്ള സൂത്രവാക്യമാണ് 4 ഗുണിക്കണം വശം, അതായത് 4 വശങ്ങളും കൂട്ടുക. ഇവിടെ നമുക്ക് ചുറ്റളവ് തന്നിട്ടുണ്ട് 40. 40 സമം 4 ഗുണിക്കണം വശം, 40നെ 4 കൊണ്ട് ഹരിക്കുക. അപ്പോൾ നമുക്ക് 10 കിട്ടും. ഒരു വശം 10. ഒരു വശം 10 ആണെങ്കിൽ സമചതുരത്തിൻ്റെ 4 വശങ്ങളും 10 ആയിരിക്കും അല്ലേ. നമുക്ക് ചോദ്യം തന്നിട്ടുള്ളതിന് ആൻസർ ചെയ്യേണ്ടത് ഈ സമചതുരത്തെ നേർപകുതിയാക്കിയാൽ കിട്ടുന്ന ഒരു ചതുരത്തിൻ്റെ ചുറ്റളവാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു ചതുരത്തിൻ്റെ നീളം 10, വീതി എത്രയാണ്? 5 ആയിരിക്കും അല്ലേ. ചതുരത്തിൻ്റെ ചുറ്റളവ് കാണാനുള്ള ഇക്വേഷന് അതിൻ്റെ സൂത്രവാക്യം നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നീളം പ്ലസ് വീതി പ്ലസ് വീതി അല്ലേ. ഇനി ഇങ്ങനെ എഴുതാം 20 + 10 എത്രയാണ്? ആൻസർ 30. ചതുരത്തിൻ്റെ ചുറ്റളവ് സമം 30. 4 മാർക്കിന് വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ചതുരം, സമചതുരം, ചുറ്റളവ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, മക്കൾ പഠിച്ചു വെക്കണം. ഫസ്റ്റ് യൂണിറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസ് വിടാം കേട്ടോ. എൻ്റെ മക്കൾക്ക് ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.